പോലീസിനെ വിമർശിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. പോലീസ് നടപടി പലപ്പോഴും അതിരുവിടുന്നു, തിരുത്തൽ നടപടികൾ ഉണ്ടാകും. മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 Q18 മന്ത്രിയുടെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഒരു അല്പം കടന്നു ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പ്രതിപക്ഷത്തിന് കഴിയില്ലേ? അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ പറഞ്ഞത് പോലീസ് പല ഘട്ടങ്ങളിലും അതിരുവിട്ട നടപടികൾ ഇപ്പം മാത്രമല്ല, നേരത്തെ ഉണ്ടായിട്ടില്ലേ? PS സുബാലിനെ പുലർച്ചെ 4 മണിക്ക് IVF സംസ്ഥാന പ്രസിഡന്റും MLA യുമായിരിക്കുമ്പോൾ പുലർച്ചെ 4 മണിക്കാണ് വീട്ടിൻ്റെ അകത്ത് അടുക്കളയുടെ വാതിൽ ചവിട്ടി തുറന്നെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പത്രപ്രവർത്തകരായിട്ടന്ന്. ഇവിടെ പ്രതിപക്ഷ സംഘടനാ നേതാക്കളെ ആക്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ആക്രമിച്ചത് മറ്റാരെങ്കിലും ആക്രമിച്ചതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷെ ഒരു ഓർമ്മയുണ്ടാകണം, ഡീൻ കുര്യാക്കോസ് നോക്കി നിൽക്കുമ്പോഴാണ് അന്നത്തെ IVF സംസ്ഥാന പ്രസിഡന്റായിരുന്ന കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണപ്രസാദും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വനിത ബിന്ദുരാജും ഉൾപ്പെടെയുള്ള നമ്മുടെ കൊച്ചു പ്രകടനത്തിന് നേരെ ഇതേ ആയുധങ്ങളുമായി അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്, ഡീനെന്ന് MP അല്ല, ഡീനെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഡീൻ്റെ സാന്നിധ്യത്തിൽ PMGയിൽ വളഞ്ഞിട്ടടിച്ച് എത്ര ക്രൂരമായ മർദ്ദനം ഉണ്ടായത്. പ്രകടനം നടത്താൻ പാടില്ലേ കേരളത്തിൽ? അന്ന് ഇത്ര പ്രയാസാർക്കും കണ്ടില്ല. ഞാൻ ബിന്ദുരാജിൻ്റെ സാരി വലിച്ച് കീറി, അക്ഷരാർത്ഥത്തിൽ സാരി പൂർണ്ണമായി വലിച്ചു കീറി. ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ. കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് അത് ശരിയാണെന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത്തരം കാര്യങ്ങളിൽ നേരത്തെ ഈ നിലപാടെടുത്തവർ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഇത്തരം കാര്യങ്ങളിൽ പരമാവധി സംയമനം പാലിക്കേണ്ട ഉത്തരവാദിത്തം അധികാര ഏജൻസികൾക്കുണ്ട്. അത് ഇനി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടണമെങ്കിൽ അതെല്ലാം പരിശോധിക്കാം. ഗവർണർ നടത്തുന്നത് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടത് കേരളം കണ്ടതാണ്. ആ ശ്രമത്തിന്റെ തുടർച്ചയാണ് ഗവർണറെ വിട്ട് നടത്തുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഭൂപതിവ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് അത് തുടർന്നു പോകുന്നത്, എത്ര കാലം തുടർന്നു പോകുന്നത് ഭൂഷണമായി വരും ഒരു മുന്നണി, ഒരു സർക്കാർ സംവിധാനത്തിൽ? ഗവർണറും സർക്കാരും തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും സ്പേസ് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നമുക്കിഷ്ടം പോലെ പെരുമാറാൻ ഇതൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബല്ലല്ലോ. ഇത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ലേ. ഭൂരിപക്ഷം കൊണ്ടാണെങ്കിലും ഏകകണ്ഠമായിട്ടാണെങ്കിലും അങ്ങനെ പാസ്സാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാം, ആ ബില്ല് ഒപ്പിടാം, ആ ബില്ല് കുറച്ചു കാലത്തേക്ക് എടുത്തു വയ്ക്കാം, ആ ബില്ല് സർക്കാരിന് തിരിച്ചയക്കാം. കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ചെറിയ സമയം. നിയമസഭയിലേക്ക് തിരിച്ചയച്ചാൽ 200ന്റെ പ്രൊവിസോ പറയുന്നത് എന്താ? 200ന്റെ പ്രൊവിസോ പ്രകാരം അങ്ങനെ തിരിച്ചയച്ചാൽ അദ്ദേഹത്തിൻ്റെ, അതായത് ഗവർണറുടെ അഭിപ്രായം വേണമെങ്കിൽ എടുക്കുകയോ ഇല്ലെങ്കിൽ എടുക്കാതെ തന്നെ ഉത്തമ വിശ്വാസത്തോടെ തിരിച്ചയക്കുകയോ ചെയ്താൽ പിന്നെ വിശദീകരണമില്ല, ഗവർണർ ഒപ്പിട്ടേക്കണം. അത് മാൻഡേറ്ററി ആണ്. ഇവിടെ ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള ചോദ്യം നിയമസഭ പാസാക്കിയ ഒരു ബില്ലിൽ ചോദിക്കാൻ ഒരു അവകാശവും കോടതി ഭരണഘടന അനുസരിച്ച് ഗവർണർക്കില്ല. പിന്നെ ഗവർണർക്ക് ചോദിക്കാം. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലഭ്യമായ കത്തുകളുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് ചോദിക്കാം. ബാധ്യതകളില്ലെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സർക്കാരിന്റെ വാദമൊന്നും തള്ളുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഒപ്പിടാത്തത് മാത്രമല്ലാത്ത വിഷയമുണ്ട്. തുറന്ന പോരിലേക്ക് ഗവർണർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇടുക്കിയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഗവർണർ വീണ്ടും പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുക. അങ്ങനെ അത് എത്ര കാലത്തേക്ക് അങ്ങനെ ഒരു ഭരണ സംവിധാനം? അല്ല, അത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഗവർണർ എന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമാനക്കുറവുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അവകാശത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനാണ് ഗവർണർ. തങ്ങളുടെ നാട്ടിലെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന നാട്ടിലെ ക്രമസമാധാന നില തകർന്നു എന്ന് പരിശോധിക്കാൻ കോഴിക്കോട് മുട്ടായി തെരുവിൽ ഗവർണർ പോയിട്ട് എന്തുണ്ടായേ? കണ്ടവരൊക്കെ ഹലുവ കൊടുത്തു. ഹലുവ മുഴുവൻ പിന്തുണയാണെന്ന് കരുതരുത്. അത് മിഠായി തെരുവിൽ വരുന്ന എല്ലാവരോടും ആതിഥേയ മര്യാദ അനുസരിച്ച് ജനങ്ങൾ കൊടുക്കും. എവിടെയാണ്, ഏത് ഘട്ടത്തിലാണ് ഗവർണർക്ക്
കേരളത്തിലെ സർക്കാരിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാൻ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയാണ് EDയും CBIയും വട്ടമിട്ട് പറന്നു. കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ മുഴുവൻ ആറാട്ട് നടത്തി. കേരളത്തിന് കിട്ടേണ്ട 1,07,653 കോടി രൂപ 7.5 വർഷക്കാലത്തിനിടയിൽ തടഞ്ഞു വെച്ചു. കേരളത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അരിയുടേതുൾപ്പെടെയുള്ള സകല ഗ്രാൻറ്റുകളും തടഞ്ഞു വെച്ചു, കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ടും തളരാത്ത കേരളത്തെ ഗവർണറെ വിട്ടും ഒരു പരിശ്രമം നടത്തി ഭരണകൂടത്തെ ആക്രമിക്കുക, ഭരണനിർവഹണത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാക്കപ്പെടുന്ന സ്ഥലമാകില്ല കേരളം എന്നുള്ളത് കേരളത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ലീഗിന്റെ LDF പ്രവേശന സാധ്യത തള്ളി മന്ത്രി കെ രാജൻ. ഇക്കാര്യം മുന്നണി അജണ്ടയിലില്ല. പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതും മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതും രണ്ടും രണ്ടാണ്. വിപുലീകരണത്തിനല്ല, അടിത്തറ മെച്ചപ്പെടുത്തുന്നതിനാണ് മുന്നണി ഊന്നൽ നൽകുന്നത്. ലീഗിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും മുന്നണിയിൽ നടക്കുന്നില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു മുന്നണി വിപുലീകരണത്തിനുള്ള ചിന്തകളോ അത്തരം സാധ്യതകളോ മുന്നണി കാണുന്നുണ്ടോ? ഒരു LDF അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് മറ്റോ കടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ചർച്ചയിലേക്കും പോയിട്ടില്ല. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണം, അത് ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ലീഗിന് പരോക്ഷമായിട്ടുമൊക്കെ ഒരു ക്ഷണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു ചിന്തകളോ സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുമില്ല. പരിപാടിക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ വന്നാൽ മൈക്കിൽ നല്ല പ്രസംഗിച്ച് പോകാം. മുന്നണിയിലേക്ക് വിളിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ മുന്നണിയിൽ നടന്നിട്ടില്ല. ലീഗിനെ വിളിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയും മുന്നണിയിൽ നടക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ വീണ്ടും 16-ാം തീയതി ഞങ്ങൾ കൂടാൻ പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള ഒരു യോഗത്തിലും ആരെങ്കിലും അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. അങ്ങനെ പ്രപ്പോസൽ വരുന്ന കാലത്ത് നമുക്ക് അപ്പോൾ അഭിപ്രായം പറയാം. ഇപ്പോൾ അങ്ങനെ ഒരു അജണ്ടയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പിലില്ല. വിശിഷ്ട CPI അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടുമില്ല.